ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ കടലാസുകളൊക്കെ ഉണ്ട്. പലരെ കൊണ്ട് ഔദാര്യം ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നുമൊക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. അത് മടുത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത്. ഞാൻ അപേക്ഷിച്ചും എരന്നും മടുത്തു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായ ഡോക്ടർ ഹാരിസ് നടത്തിയത്. പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഈ നിലമ്പൂർ ഇലക്ഷൻ കാലത്തും കഴിഞ്ഞ ആഴ്ചയിലും എല്ലാം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് C&AG റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. ഇവിടെ മരുന്നുകളില്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രോഗികൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുന്നില്ല, മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് മന്ത്രി മാത്രമാണ്. CAG റിപ്പോർട്ട് നോക്കൂ, നമ്മളൊക്കെ മേടിച്ച് കഴിച്ചത് ക്വാളിറ്റി ടെസ്റ്റ് നടത്താത്ത ബാച്ചുകളാണ്. ആരോഗ്യരംഗത്ത് ആശുപത്രികളിൽ മരുന്നുകളില്ല, ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല, ആശുപത്രിയിൽ മരുന്നില്ല. ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഫോക്കസ് മരുന്നില്ലാത്തതും കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല. സർജറി ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞത്? എന്താണ്? ഇരന്നു മടുത്തു. ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടിയിട്ട്, അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത്. വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. മാറി മാറി വന്ന ഗവൺമെന്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത് തീർത്തും അവഗണനയാണ്. മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോണ് ഭരിക്കുന്നത്? അവരല്ല. ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലാന്ന്, മരുന്നില്ലാത്ത കാര്യം. എന്തൊരു വർത്തമാനമാണ്. പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്ന്. ഈ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ മന്ത്രിയുടെ PS അറിയിച്ചു എന്ന്, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു, ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ അറിയിച്ചു. പക്ഷെ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല. ഇന്ന് അറിയുന്നു. ഇപ്പൊ നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ? മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ റിപ്പോർട്ട് തേടുമെന്ന്. അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം. ഇതെല്ലാം കൂടി എടുത്തൊന്ന് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടിവരും. ഇവർ PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻഡയും നറേറ്റീവുമല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. യഥാർത്ഥ ആരോഗ്യ കേരളത്തിന്റെ സിസ്റ്റം മുഴുവൻ തകർന്നുപോയി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ രക്ഷിക്കണം. അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ്.